പവിത്രയെ പോലെ തുല്യ ദുഃഖമുള്ള ഒരാള് എനിക്കും ഉണ്ട്. ഞാനേ അയാളുമായിട്ട് പവിത്രയ്ക്കൊരു കല്യാണം ആലോചിച്ചാലോ? പവിത്രയെക്കാളും അല്പം പ്രായക്കൂടുതലുള്ള ആളാ. പ്രായക്കൂടുതലൊന്നും ഇക്കാലത്തൊരു വിഷയമല്ല. എന്താ, ഞാൻ ആലോചിക്കട്ടെ? പ്ലീസ് ചേച്ചി, എന്റെ കുടുംബത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ട് ഹൈദരാബാദില്. ഞാൻ നാളെ തന്നെ ഹൈദരാബാദിലേക്ക് പോവും. പവിത്രേ, ഞാൻ പറയുന്ന പവിത്ര ഒന്ന് കേൾക്ക്. ഒരു കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഇവിടെ ജീവിക്കേ. ചേച്ചി കല്യാണം ആലോചിക്കാൻ വന്നാണോ അതോ പിറന്നാൾ ആശംസിക്കാൻ വേണ്ടി വന്നാണോ? കല്യാണവും വേണ്ടേ പ്രതാപ? ദീപ കാണില്ല. ഒരു മിനിറ്റേ. പറയടാ. നിങ്ങളുടെ മകൻ എഡിറ്റിന്റെ ഫോണിൽ നിന്ന് സംസാരിക്കുന്നത് കൃതികയാ. നിങ്ങളുടെ മകനെ ഞങ്ങളുടെ കയ്യില് കിട്ടിയിട്ടുണ്ട്. അവനെ പോലീസിൽ ഏൽപ്പിക്കണോ അതോ? അയ്യോ വേണ്ട. വേണ്ടെങ്കി നിൽക്കാൻ ആ സംയുക്തയെ വെച്ചുള്ള പവിത്ര കളി വേഗം അവസാനിപ്പിക്കണം. നിങ്ങളൊരു മനസാക്ഷിയില്ലാത്തവരാണെന്നറിയാം. എന്റെ അച്ഛനെ ചതിക്കാൻ നോക്കിയ ഇവനെ ഞങ്ങള് പോലീസിൽ ഏൽപ്പിക്കും. പറ, അച്ഛനെ ചതിക്കോ? ഇല്ല. പ്രതാപ വന്നേ. ഒന്നുമില്ല, നമുക്ക് ഇറങ്ങാം. ആ അല്ല ചേച്ചി, ഒന്നും കഴിക്കാതെ? കഴിക്കുന്നതൊക്കെ പിന്നീട് ഒരിക്കലും ആവാലോ. അല്ല, അച്ഛനോട് കിടന്നു കാണും. വിളിക്കണോ സർ? അയ്യോ വേണ്ട വേണ്ട, പറഞ്ഞാ മതി. എന്നാ പോവാ. ശരി ചേച്ചി, പോയിട്ട് വാ. വാ വാ വാ. ചേച്ചി എന്തെത്ര അത്യാവശ്യം? വേഗം വാ, കേറ്. കേറ്. പുറത്തേക്ക് ഇറങ്ങുമ്പോ അഭ്യാസം ഇറക്കിയ നിന്റെ പരുപ്പളക്കം ഞാൻ. എന്തെങ്കിലും വേലവേ ഇറക്കിയ അപ്പൊ തന്നെ പോലീസിനെ വിളിക്കാം. എല്ലാം കൂടി ചേർത്ത് പോലീസ് കൊടുത്തോളും. രാജു, ഋതിക, പ്ലീസ്, ഞാൻ ഈ മേല നിങ്ങളെ ഉപദ്രവിക്കാൻ വരില്ല. ദയവായിട്ട് എന്നെ വിടണം. ഞാൻ അമേരിക്കയിലേക്ക് പൊയ്ക്കോളാം. അങ്ങനെ നീ അമേരിക്കയിലേക്ക് പോകണ്ടടാ. നിന്നെ എത്തിക്കേണ്ട ഒരു സ്ഥലമുണ്ട്. അവിടെ ഞങ്ങള് സേഫ് ആയിട്ട് എത്തിക്കാം. ഇനി ജന്മത്ത് ഞാൻ നിങ്ങളെ കൺവെടുത്ത് പോലും വരില്ല. പ്ലീസ്, എന്നെ വിടണം. ഇതൊക്കെ നിന്റെ ഓരോരോ നമ്പർ അല്ലേടാ. അംബിക സുധനെ. എന്ത് സുധനെ? അംബിക സുധൻ, അംബികയുടെ തല തെറിച്ച മകൻ. അമ്മമ്മ പറഞ്ഞത് കേട്ടതാ. പോവാം, പോകാളിയാ. രാജു പ്ലീസ്, എന്നെ വിടണം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം. നിന്നെ എന്ത് ചെയ്യണമെന്നേ എന്റെ അച്ഛൻ തീരുമാനിക്കും. നടക്കട പുറത്തേക്ക്. നടക്കടാ.